ഇവർക്ക് സീറ്റ് കാണിച്ചു കൊടുക്കുക. പോസ്റ്റ് ഇതുവരെ വന്നില്ല സാർ. എടോ, ഇവർക്ക് ഇരിക്കാനുള്ള സീറ്റ് കാണിച്ചു കൊടുക്കാനാ പറഞ്ഞത്. ബാബോളെ, ഇതാണ് മോളുള്ള സീറ്റ്. ദൈവം തമ്പുരാനെ മനസ്സിൽ വിചാരിച്ച് അങ്ങോട്ട് ഇരുന്നാട്ടെ. മാഡം മുതലാളിയുടെ പുതിയ പി എ ആണല്ലേ? ഏയ്, പായ്പാട്ടുകാരിയല്ല, എന്റെ നാട്ടുകാരിയാ. ഞാൻ കൊണ്ടുവന്നതാ. എടോ, ചെവി കേൾക്കാൻ വയ്യെങ്കിൽ വല്ല ഇയർഫോൺ വാങ്ങിച്ചു നോക്ക്. ടെലിഫോൺ വാങ്ങി വീട്ടിൽ വെക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പണിക്ക് വരുമോ? അല്ലേ മോളെ? തന്നോടൊക്കെ സംസാരിക്കുന്നത് ഞങ്ങളെ വേണം തല്ലാൻ. ഇതിനു മുമ്പ് എവിടെ ജോലി ചെയ്തിരുന്നത്? ഞാൻ പഠിക്കുകയായിരുന്നു. ഞാൻ നളിനാക്ഷൻ, ഇവിടുത്തെ ക്ലർക്ക്. എന്ത് സംശയമുണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. എനിക്ക് 15 years എക്സ്പീരിയൻസ് ഉണ്ട്. എടോ, താൻ എല്ലാ പെണ്ണുങ്ങളോടും കാണിക്കുന്ന ശൃംഗാരം ഉണ്ടല്ലോ, അത് ഈ പെൺകൊച്ചിനോട് വേണ്ട. ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. എന്ത് പീരിയൻസ് ആയാലും ഈ മുറത്തിൽ കയറി കൊത്തണ്ടാന്നാ പറഞ്ഞത്. വേണ്ടെങ്കി വേണ്ട. മോളെ, ഇവനൊക്കെ അത് പറഞ്ഞു തരാം, ഇത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു വരും. എന്തിനാണെന്ന് അറിയാമോ? പഞ്ചാര അടിക്കാൻ. ദേ ഇങ്ങോട്ട് നോക്കിയേ. എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. ദേ, 2ാം ക്ലാസ്സിൽ 4 കൊല്ലം തോറ്റ പാർട്ടിയാ സംശയം തീർത്തു തരാൻ പോകുന്നു. ചുമ്മാ വല്ല ചെവി കേൾക്കാത്തത്. അപ്പൊ മൊത്തം 27 ഇഷ്ടിക പൊട്ടിപ്പോയിട്ടുണ്ടല്ലേ? അതെ. അത് കുറയ്ക്കണ്ടേ? ഇത്രയധികം ഇഷ്ടി ഇറക്കുമ്പോ 10-27 പൊട്ടിപ്പോയത് അതൊരു കണക്കാക്കി എടുക്കാവോ സത്യശീലൻ സാറേ? താൻ എന്താ വിളിച്ചത്? സത്യശീലൻ സാറേന്ന്. അപ്പോ എന്റെ പേര് തനിക്കറിയാം, സത്യശീലൻ. അതായത് സത്യം ശീലമാക്കിയിട്ടുള്ളവൻ. ഒരു മണത്തരിയുടെ കാര്യത്തിൽ പോലും എന്റെ മുതലാളിക്ക് സത്യദോഷം ചെയ്തിട്ടില്ല ഇതുവരെ. അടുത്ത തവണ ഇറക്കുമ്പോ 27 ഇഷ്ടിക കൂടുതൽ ഇറക്കിയേക്കണം. മനസ്സിലായോ? മനസ്സിലായി. ആ ശരി. ആ അപ്പാ, ഇത് എത്രാമത്തെ ചാക്ക? 8. അപ്പൊ 10-ന് 8. 10 6 ഇട്ടാ മതി. മുതലാളിക്ക് വല്ല സംശയം തോന്നുമോ? കഴിഞ്ഞ തവണ 8 ഇട്ടത്. എന്നാ 7 വീതം ഇട്ടോ. സത്യദോഷം ചെയ്യണ്ട. മിച്ചം വരുന്ന സിമന്റ് രാത്രി ഒരു കട്ടവണ്ടി പിടിച്ച് എന്റെ വീട്ടിലെത്തിച്ചേരെ. അയ്യോ, അത് നീ പേടിക്കണ്ടടാ കുട്ടപ്പ, നിന്നെ ഞാൻ മൈൻഡ് ചെയ്തോളാം. മുതലാളി വരണം. എടാ, വടക്കേ ഇന്ത്യയിൽ ഈയിടെ ഒരു പാലം തകർന്ന് അതീ വീണ് കുളമായത് നീ വായിച്ചില്ലേ? എന്താ കാര്യമെന്നറിയാവോ? സിമന്റ്. സിമന്റാ? അല്ല, നിന്റെ തല. എന്താ സത്യശീല? അല്ല സാർ, ഈ സിമന്റ് മിക്സ് ചെയ്യുന്ന കാര്യം പറയായിരുന്നു. 10-ന് 8 ഇട്ടാ പോയെന്നാ കുട്ടപ്പൻ ചോദിക്കുന്നത്. 10-ന് 8 മതിയല്ലോ. അയ്യോ, അത് പോരെ സാർ. ഇപ്പോഴത്തെ സിമന്റ് അല്ലേ, വിശ്വസിച്ചുകൂടാ. അതുകൊണ്ട് 10-ന് 9 തീർച്ചയായും ഇടണമെന്ന് ഞാൻ പറയുകയായിരുന്നു. 10-ന് 8 മതി, നല്ല സ്ട്രോങ് ആയിരിക്കും. ആ, എന്നാ കുട്ടുമതി ഏട്ടപ്പ. അല്ല, 8 മതി കുട്ടപ്പ. ആ കുട്ടിയുടെ ഇരിപ്പ് കണ്ടിട്ട് ചിരിച്ചു പോയതാ. ഞാൻ ഷീല, സാറിന്റെ പുതിയ പി ആണ്. ഞാൻ എം ഡിയുടെ പി ആണ്. എം ഡി ഇല്ലാത്തപ്പോ പിയുടെ പെർമിഷൻ വാങ്ങി വേണം അകത്ത് കയറാൻ. എന്താ മോളെ ബഹളം വെക്കുന്നത്? വിശക്കുന്നുണ്ടാവും അല്ലേ? ജ്യൂസും ബിസ്ക്കറ്റും റെഡി. കുടിക്ക്. സാറിന്റെ മോളാ. വൈകിട്ട് സ്കൂള് വിട്ടാ നേരെ ഇവിടെ വരും. പിന്നെ ഡാഡി മോളും കൂടിയാ പോകുന്നത്. എന്നെ വിറപ്പിച്ചു കഴിഞ്ഞു. മോളെ, ഇത് ഡാഡിയുടെ പിയാ, വക്കച്ചന്റെ നാട്ടുകാരിയാ. അതുകൊണ്ടാ ഇത്തിരി കുറവ്. മധുരം കുറവാണെന്നോ? പഞ്ചാര ഇപ്പം കൊണ്ടുവരാം. അങ്ങോട്ട് വലിച്ചു പോയി. ആ മതി മതി. എത്രയുണ്ട് സത്യശീല? 76 ഉണ്ട് സാർ. അപ്പൊ കണക്ക് ശരിയല്ലേ?
എനിക്കൊരു ഓർമ്മപ്പശ പറ്റിയതാ. ഇനി ബ്രെഡ് അളന്ന് നോക്ക്. ബോളിന്റെ തിക്നെസ് തള്ളി വേണം അളക്കാൻ. ഇങ്ങോട്ട് പറ. മോളിങ്ങി പോന്നോ? ഞാൻ എത്ര നേരമായി ഓഫീസിൽ കാത്തിരിക്കുന്നു. അല്പം ജോലി തിരക്കുണ്ടായിരുന്നു മോളെ. മോളെന്തിനാ ഇവിടെ കയറി വന്നത്? താഴെ നിന്നാ മതി, ഡാഡിയെ ഞാൻ വിളിച്ചോണ്ടിരാന്ന് പറഞ്ഞതാ. കേക്കണ്ടേ? എനിക്കിതെല്ലാം ഒന്ന് കാണേണ്ടേ ഡാഡി? കണ്ടോ? ഡാഡി, ഞാൻ ഡാഡിയുടെ പുതിയ പിയെ കണ്ടു. ഞാനൊന്ന് വരട്ടി നോക്കി. എന്നിട്ട് എന്നെയും വരട്ടി. വെരി ഗുഡ് വുമൻ. ഡാഡി, ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ വീട് കാണാവോ? ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല. മുകളിലത്തെ നിലയിൽ നോക്കിയാൽ കാണാം. ആകാശത്തുനിന്ന് ഒരു കയറ് കെട്ടിയാ അവിടെ ഷൂന്ന് അങ്ങ് വീട്ടിലെത്താം. പോവാം. സാർ, നാളെ മോളില് സെന്ററിങ്ങിന്റെ പണി വെച്ചിരിക്കുക. സാറ് രാവിലെ അല്പം നേരത്തെ വന്നാൽ കൊള്ളാമായിരുന്നു. രാവിലെ ഞാൻ വരാൻ അല്പം വൈകും. മോളെയും കൊണ്ട് അമ്പലത്തിൽ പോണം. വിശേഷിച്ച് നാളെ ഇവളുടെ അമ്മയുടെ ചരമദിനമാണ്. നമ്മളെ ഡാഡി, ദേ ഡാഡിയുടെ പിയ വരുന്നു. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ശ്രീമോളുടെ മമ്മി വന്നില്ലേ? എനിക്ക് മമ്മി ഇല്ലല്ലോ. ഇന്ന് അവളുടെ അമ്മ മരിച്ചിട്ട് 6 വർഷം തികയാണ്. എവിടെന്നേ റോസാപ്പൂക്കൾ? പൂക്കൾ ഇഷ്ടമാണോ? പോവാം. ഞങ്ങൾ പോകട്ടെ പിയെ. ഷീലയ്ക്കൊരു എഴുത്തുണ്ട്. വീട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു. പ്രിയമുള്ള എന്റെ ഷീലയ്ക്ക് കത്ത് കിട്ടി. നഗരവും ഉദ്യോഗവും ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷം. നീ പോയ ശേഷം നമ്മുടെ പ്രിയപ്പെട്ട ആൽത്തറയും പുഴക്കടവും ഒഴിഞ്ഞു കിടക്കുന്നു. ഒറ്റയ്ക്കായപ്പോൾ ഞാനിവിടെ ഓർമ്മകളുമായി നിൽക്കാറുണ്ട്. നീ ഇല്ലാത്തതുകൊണ്ട് ഒരു രസവുമില്ലടി വണ്ണേ. അമ്മായിക്ക് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. നീ എന്നാണ് നാട്ടിലേക്ക് വരിക? നഗരത്തിന്റെ വർണ്ണപ്പകിട്ടിൽ ഗ്രാമത്തിന്റെ ശാലീനത കൈമോശം വരാതെ സൂക്ഷിക്കുക. നിർത്തട്ടെ. സസ്നേഹം. എന്റേത് മാത്രമായ ഷീലയ്ക്ക് നിന്റേത് മാത്രമായ ഗൗതമേട്ടൻ. ഷീലേ, ആരുടെ കത്ത്? ഗൗതമേട്ടന്റെ. അതാ നീ സ്വപ്നം കണ്ടോണ്ട് നിന്നതല്ലേ? ആ വീട് രാത്രി 11 മണി കഴിഞ്ഞ് റോട്ടിൽ വണ്ടി കൊണ്ടുവരിക. എന്നിട്ട് ഹോൺ അടിക്കാതെ ഇങ്ങോട്ട് കയറി വന്നാ മതി. സിമന്റ് ഒന്ന് കാണണ്ടേ? സിമന്റ് എന്തോന്ന് കാണാൻ? കെട്ടിടം പണിക്ക് വാങ്ങിയ കൊറിയൻ സിമന്റാ. കലപ്പോവല്ലോ. കലർപ്പോ? എന്റെ പേരേ സത്യശീലെന്നാ. എന്റെ അച്ഛനെ എനിക്ക് അറിഞ്ഞിട്ട പേരാ. സത്യത്തിന് നിരക്കാത്തതായൊന്നും ഞാൻ ചെയ്യല. അപ്പൊ ഈ സിമന്റ് വിൽക്കുന്നതോ? വർക്ക് സൈറ്റിൽ നിന്ന് കടത്തിക്കൊണ്ടിരുന്ന സിമന്റാ. അത് വിൽക്കാനല്ലേ പിന്നെ തിന്നാൻ പറ്റുമോ? ഏതായാലും സിമന്റ് ഒന്ന് കാണണം. എന്നാ വാ. എന്റെ പൊന്നു സാറേ, എനിക്ക് സിമന്റ് വേണ്ട. പട്ടിയുടെ കടി കൊള്ളാൻ മേല. അല്ല ഇത് ഇതിന്റെ ഒടുക്കത്തൊരു കൊരായ്യോ. ഓ, പാറക്കുറ്റിയുടെ ഇരിപ്പ് കണ്ടില്ലേ അളിയോ? ഈ പട്ടി ഇവിടെ നിന്ന് കൊണ്ട് കളയാവോ? അവൾ എന്റെ കൂടെ അല്ല അളിയാ കഴിയുന്നത്. പക്ഷെ ഇവിടെ വരുന്നവരൊക്കെ കടിക്കാനിട്ട് ഓടിച്ചാലോ? ഞാൻ എന്ത് ചെയ്യും? എന്തിനാ മറ്റുള്ളവരോട് വരുന്നത്? അത് കൊള്ളാം. എന്റെ വീട്ടിൽ പല കാര്യത്തിനും പലരും വരും. അവരുടെ നേർക്ക് കുരച്ച പട്ടിയെ ഞാൻ വിഷം വെച്ചു കൊല്ലും. അതിനേക്കാൾ നല്ലത് എനിക്ക് ഇച്ചിരി വിഷം തരുന്നതാ. എന്തിനാ വിഷം തരുന്നത്? ഇത് മുഴുവൻ വിഷമല്ലേ? ആ വാ മോളെ. ഓ എന്റെ ദൈവമേ, ചക്കരയല്ലേ? പഞ്ചാരയാ. പട്ടിയെ കട്ടിലിൽ കിടത്താൻ കൊണ്ടുപോയതായിരിക്കും. പരിശീലിപ്പിക്കാൻ. പരിശീലിപ്പിക്കാനോ? ആ, റോക്കറ്റ് കയറ്റി ശൂന്യാകാശത്തിലേക്ക് വിടാൻ. നിങ്ങൾക്ക് ഇച്ചിരി വിഷം മേടിച്ചോണ്ട് വരാവോ?
ഞാൻ ചോറ് ചേർത്ത് പട്ടിക്ക് കൊടുക്കാം. ഞാൻ ഏറ്റു. പണ്ടാരം ചത്തു കിട്ടുമല്ലോ. ഇടോ ബെല്ലടിക്കുന്നു. അതെങ്ങനെയാ? ചെവി കേട്ടിട്ട് വേണ്ടേ? എന്താ മോളെ? ആ പിയോട് ഒന്ന് വരാൻ പറയൂ. അയ്യോ, ഇന്ന് ബിസ്ക്കറ്റ് വേണ്ടാന്ന് മോളല്ലേ പറഞ്ഞത്? അതുകൊണ്ട് വാങ്ങിയില്ല. വക്കത്തൻ ചേട്ടാ, എന്തോ എന്റെ ചെവി ഒന്ന് കഴുകാമോ? കഴുകാമേ, ഇന്ന് തന്നെ കഴുകാം. എന്റെ നാട്ടുകാരി ആ പിയല്ലേ, ആ. അവളോട് ഒന്ന് വരാൻ പറയൂ. ഇപ്പൊ പറയാം. ശ്രീമോള് കുഞ്ഞിനെ വിളിക്കണു. എന്താ ശ്രീമോളെ? ടേക്ക് യുവർ സീറ്റ്. എന്താ പക്കത്തിലെ നാട്ടുകാർക്കൊന്നും ചെവി കേട്ടൂടെ? ഇരിക്കൂ. ശ്രീമോൾ എന്തിനാ വിളിച്ചത്? ദിസ് ഈസ് ഫോർ യു. വേണ്ട, മോൾക്ക് കുടിക്കാനുള്ളതല്ലേ. രണ്ടുപേർക്ക് കുടിക്കാനുള്ള പാലുണ്ട്. പറയുന്നത് അനുസരിച്ചാ മതി. കുടിക്കൂ. വേണ്ട കുട്ടി, നീ ഹോസ്റ്റലിൽ ചെന്ന് കഴിച്ചോളാം. നോ എക്സ്പ്ലനേഷൻ. പാല് കുടിക്കൂ. എനിക്ക് വേണ്ട കുട്ടി. വേണ്ടല്ലോ. ആ ബാഗ് എടുക്കൂ. തുറക്കൂ. ബുക്കെടുക്കൂ. നിവർക്കൂ. ആ പൂ എടുത്തോളൂ. അത് കാലത്തെ അമ്പലത്തിൽ വെച്ച് തന്ന പൂവാ. ഇഷ്ടപ്പെട്ട് തന്നത് കൊണ്ടാ ഞാൻ മേടിച്ചത്. പാല് വേണ്ടെങ്കിൽ എനിക്ക് പൂവും വേണ്ട. എന്താ ഇപ്പൊ മതിയായോ? പണ്ടത്തെ കെട്ടിടങ്ങൾ എന്തൊരു സ്ട്രോങ് ആണ് സാർ. അന്ന് കുമ്മായം കൂട്ടുന്നത് വരാൽ പശയിലാണെന്ന് കേട്ടിട്ടുണ്ട്. വരാൽ പശയോ? ആ എന്താ? ഒരുതരം മീനില്ലേ വരാല്, അതിന്റെ പശ. അതെങ്ങനെ എടുക്കുക? ഈ സമൂലം ഇടിച്ചു പിഴിഞ്ഞെടുക്കുമായിരിക്കും. എടോ, പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾക്ക് കലർപ്പില്ലായിരുന്നു. സിമെന്റും കുമ്മായും ഒക്കെ കൃത്യമായിട്ട് ചേർക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് അന്നത്തെ കെട്ടിടങ്ങളൊക്കെ സ്ട്രോങ് ആയിരിക്കുന്നത്. സിമന്റ് ഉപയോഗിക്കുന്ന കാര്യത്തിൽ കണക്ക് കണക്കായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നമ്മുടെ കൺസ്ട്രക്ഷൻ സ്ട്രോങ് ആയിരിക്കുന്നത് അതുകൊണ്ടാണ് സാർ. സാറേ, ഇതേ മോള് വരുന്നു. ഓ, അവളുടെ കാര്യം മറന്നുപോയി. ഡാഡി എന്താ ഇതുവരെ വരാഞ്ഞത്? ഞാൻ കാത്തിരുന്ന് മഷിഞ്ഞപ്പോ പിയെ കൂടെ വിളിച്ചോണ്ട് പോന്നു. കുറച്ച് ജോലി ഉണ്ടായിരുന്നു മോളെ. ജോലി തിരക്ക് വന്നാൽ ഡാഡി എന്നെ മറക്കും അല്ലേ? മോളെ മറക്കാനോ? ഡാഡി ഇവിടുന്ന് കമ്മിങ് ആകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോഴാ മോളുടെ വരവ്. വാ ഡാഡി, പോകാം. ഡാഡിക്ക് കുറച്ച് ജോലിയുണ്ട്. ഡ്രൈവറെ കൂട്ടിവിടാം. പത്തായി ഇങ്ങനെ. സോറി, ബുദ്ധിമുട്ടല്ലേ? ഇല്ല സാർ. സാർ, ഷീലയും മോളുടെ കൂടെ കാറി പോയിക്കോളൂ. വേണ്ട സാർ, ഞാൻ ബസ്സിൽ പൊയ്ക്കോളാം. വാ പിയെ, നമുക്ക് കാറി പോകാം. മോളെ, ഇനി പി എന്ന് വിളിക്കരുത്, ആന്റി എന്ന് വിളിക്കണം. ആന്റി, ആന്റി. പത്തായി സാർ, മോളെ വീട്ടിലിറക്കിയിട്ട് ഷീലയെ ഹോസ്റ്റലിൽ കൊണ്ടുവിടണം. ശരി സാർ. വാ ആന്റി, നമുക്ക് പോകാം. ഡാഡി, ടാറ്റാ. ടാറ്റ. സാർ, നമ്മുടെ കുട്ടപ്പന് ഒരു 500 രൂപ വായ്പ വേണമെന്ന് പറയുന്നു. എന്താ കാര്യം? അവന്റെ അച്ഛന്റെ അമ്മയുടെ മോളുടെ, അല്ല അവന്റെ അമ്മാവന്റെ മോളുടെ കല്യാണമാണെന്ന്. ആ, ശനിയാഴ്ച ആവട്ടെ. ഓ